ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പൊ നമ്മളൊരു മരുന്ന് കഞ്ഞിയാണ് വെക്കുന്നത്. ആ മരുന്ന് കഞ്ഞി നമുക്ക് പെട്ടെന്ന് വെക്കാവുന്ന ഒരു മരുന്ന് കഞ്ഞിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മരുന്ന് കഞ്ഞി ഇട്ടു. അന്ന് 24 കൂട്ടം മരുന്നായിരുന്നു നമ്മൾ പറിച്ചോണ്ട് വന്നത്. ഇന്ന് പക്ഷെ 31 കൂട്ടം മരുന്ന് നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇനിയും പറിക്കാനാണെങ്കിൽ പല എണ്ണി പറിച്ചതല്ല, വന്ന് നോക്കിയപ്പോഴത്തേക്കും 31 ആയി. അപ്പൊ ഇനിയുണ്ട് പല മരുന്നുകളും നമുക്ക് അറിയാവുന്ന മരുന്നുകൾ പറിക്കാനുണ്ട്. പക്ഷെ ഇത് മതി, നമ്മൾ ഇത്രയും മരുന്നുകൾ പറിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓരോ മരുന്ന് നിങ്ങളെ ഒന്ന് എടുത്ത് പ്രത്യേകം കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ പറമ്പിലൊക്കെ കാണും. നമ്മൾ കാണിക്കുന്നോണ്ടുള്ള എല്ലാവരുടെയും വീടിന്റെ ചുറ്റുപാട് ഈ മരുന്നുകളൊക്കെ കാണും. അപ്പൊ നമ്മൾ ഇതൊന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടാൻ പറ്റും മരുന്ന് കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന മരുന്ന്. അപ്പൊ ഇത് കണ്ടുള്ള ഗുണം വെച്ചാൽ മരുന്ന് കഞ്ഞി എല്ലാ ദിവസവും കഴിക്കാം. തന്നെയുണ്ടോ, പാടില്ലെങ്കിൽ അമ്മ തന്നെ മരുന്ന് പറിക്കണത് ഉണ്ടാക്കണം. അപ്പം സിമ്പിൾ പരിപാടിയിൽ അമ്മ ഉണ്ടാക്കണത്. വലിയ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഭയങ്കര പാടാന്ന്. ഇന്നാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി പറിച്ചത് അല്ലേ. കുറച്ച് അധികം മരുന്ന് നമ്മൾ ഇന്ന് പറിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തേക്ക് കുറച്ച് പറിച്ചാൽ മതി, ഇടിച്ച് ശരിയാക്കുക. അപ്പൊ അത് എളുപ്പം ഉണ്ടാക്കാവുന്ന ചില ട്രിക്കുകളൊക്കെ ഉണ്ട് മരുന്ന് കഞ്ഞിക്ക്. അപ്പൊ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. മരുന്നുകളെ കൃത്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ പ്രാവശ്യം നോക്കി അമ്മ ഇങ്ങനെ കെട്ടി കേട്ടോ മരുന്ന് വെച്ചേക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നിങ്ങളെ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അമ്മ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. അല്ല, ഇതാണ് പ്രത്യേകം നിങ്ങൾ കെട്ടേണ്ട ഒരു മരുന്ന്. ചെറുകറുക. ഇതാണ് വേലിക്കൊക്കെ ഉപയോഗിക്കുന്നത്. കറുക 2 ടൈപ്പ് ഉണ്ട് അല്ലേ? വലിയ കറുകയുണ്ട്. ഇത് കെട്ടണം എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ കഴുകുമ്പോ അല്ലെങ്കിൽ ഇത് വേറെ കഴുകണം. അപ്പൊ ഇത് മാത്രം വേറെ വെക്കണം. ഇത് വേറെയാണ് കഴുകേണ്ടത് കറുക. പിന്നെ അടുത്തത് നമ്മൾ കയ്യൂണ്യം, വെള്ളക്കയ്യൂണ്യമാണിത്. ഇത് വെള്ള അല്ലേ? ഇത് വെള്ളക്കൈ. നിങ്ങളുടെ തണ്ടിന് കണ്ടോ, വെള്ള നിറാണ് തണ്ടിന്. അത് വെള്ളക്കൈ. ഇത് വയലറ്റ് നിറമുള്ള കയ്യൂണ്യമാണ്. ഇത് വെള്ള നിറം. 2 സൈസ് കൈ. തണ്ടിനാണ് വ്യത്യാസം കണ്ടോ? വ്യത്യാസമുണ്ട്. ഇലയ്ക്ക് കൊണ്ട് വ്യത്യാസം. ഇത് വരമ്പേക്കൊടുവേലി. ഇത് വേരോട് കൂടി പറിച്ചാൽ വേണം. ഇതിന്റെ വേരൂടെ വേണം. നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേറെ മരുന്ന് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലേ? ഇത് നമ്മൾ കൊടകലാണ്. കൊടകും അതുപോലെ തന്നെയാണ്. ഇത് ഓരിലയാണ്. ഓരില മൂവലയുണ്ട്. ഇവിടെ ഓരില പണ്ട് മുതലേ ഇവിടുത്തെ പറമ്പിലുണ്ട്. ഇതും വേരോട് കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് പൂവാങ്കുറുന്നലാണ്. പൂവാങ്കുറുന്നലൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് മുയൽ ചെവിയൻ. ഈ മുയൽ ചെവിയന്റെയും പൂവാങ്കുറുന്നലിന്റെയും പൂവിന് ഒരേ ഒരുപോലെ അല്ലേ? പക്ഷെ എന്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. മുയൽ ചെവിയന്റെ ഇലയ്ക്ക് ഇങ്ങനെ നീളമുണ്ട്. ഇങ്ങനെ പിന്നെ ഒരു ആരോമാർക്ക് പോലെ ഇങ്ങനെ മുയലിന്റെ ഇല പോലെ അല്ല, ചെവി പോലെയാണ് അല്ലെ മുയൽ ചെവി അല്ലേ? ഇത് ഒടിയാമണക്കാണ്. ഇത് ഒടിയാമണക്ക് 2 സൈസ്. മറ്റേ ആവണക്കും ഇല്ല, സാധാ ആവണക്ക്. നമ്മൾ ആവണക്ക് എണ്ണ ഉണ്ടാക്കണ ആവണക്ക്, അത് മരുന്ന് കഞ്ഞിക്ക് നമ്മൾ ഇടത്തില്ല അല്ലെ? ഇല്ല. ഇത് ഒടിയാമണക്കെന്ന് പറയും. ഇത് ചെറിയ ചെടിയാണ്. നമ്മുടെ പറമ്പിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. 2 കളർ ഉണ്ട് അല്ലെ? ചുവപ്പ് പോലത്തെ തണ്ടുണ്ട്, വെള്ള പോലത്തെ തണ്ടുണ്ട്. രണ്ടും ഒന്നിച്ചുണ്ട്. ഒന്ന് കാണിച്ചോട്ടെ ഞാൻ. ഇത് ചുവന്ന തണ്ട് കണ്ടോ, നല്ല എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ അല്ലേ അമ്മേ? ഇത് കണ്ടോ, ഇത് ചുവന്ന തണ്ടാണ്. നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയാം. ഇതിന്റെ തണ്ട് കണ്ടോ, ഈ രീതിയിലിരിക്കും. ഇതിന്റെ തണ്ട് ഒരു റെഡിഷ് കളറുള്ള തണ്ടാണ് ഇതിന്റെ. നല്ല പച്ചയാണ്. ഇത് നിലപ്പുള്ളടിയാണ്. നിലപ്പുള്ളടി എന്നാൽ നിലത്തിങ്ങനെ മെത്ത പോലെ പടർന്ന് കിടക്കും. ഇത് പർപ്പിടകപ്പുല്ലാണ്. ഇത് നമ്മൾ പാടത്തുനിന്ന് പറിച്ചാണ്. കുന്നിയാണ്. കുന്നി നമ്മൾ ഒരു ചുവട് പേരോടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പറമ്പിലുണ്ട്. ഇത് പെരുകലമാണ്. പെരുകലമെന്നും പറയും, ഒരു പേരനെന്നും പറയും. ഇത് പറിച്ചെടുക്കേണ്ട ഒറ്റ പേരേ ഉള്ളൂ. അടുത്ത് നമ്മൾ പേരയുടെ ഇലയാണ്. ഈ പേരയുടെ ഇല നമുക്ക് ജലദോഷവും ഒക്കെ വരും. നമ്മൾ കഷായവും ഒക്കെ വെച്ച് കുടിക്കും പേര. പിന്നെ നമ്മൾ കൂഞ്ഞിലിക്ക എന്ന് പറയും. ഇവിടെയൊക്കെ പറയുന്ന കൂഞ്ഞിലിക്ക, തെക്കോട്ടൊക്കെ പറഞ്ഞ ആനച്ചോടി എന്നാ. ഇതിന്റെ കൃഷ്ണക്രാന്തിയാണ്. അത് നമ്മൾ ഒരു ചുവട് പറിച്ചെടുത്തിട്ടുണ്ട്. അതും വേരോടെ കൊടലൂരിക്ക് നമ്മൾ അമ്പലത്തിന്റെ അവിടുത്തെ പറമ്പിൽ. ഇത് പറിക്കാൻ ഞങ്ങൾ ദൂരെ പോയത്. കൊടലൂരിക്ക് മാത്രം നമ്മുടെ അടുത്ത പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൊടലൂരിക്കും പറിച്ചിട്ടുണ്ട്. കൊടലൂരിക്ക് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് മരുന്ന് കഞ്ഞി വെച്ച് കൊടുക്കാൻ ഒന്നാന്തര സാധനമാണ് ഈ കൊടലൂരിക്ക്. അപ്പൊ അതും നമ്മൾ പറിച്ചിട്ടുണ്ട്. ചെറിയ 2 ചുവട് കുറുന്തോട്ടി പറിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇലയോട് കൂടിയാണ് ഇടുന്നത്. പിന്നെ ഇത് തിരുതാളിയാണ്. തിരുതാളി നമ്മൾ വേര് ശകലം കിട്ടി നമുക്ക് ബാക്കി ഇലയും തണ്ടു വരാൻ പറ്റും. അതും നമ്മളെ അതോട് കൂടിയാണ്. തിരുതാളി ഒന്നും ഇപ്പൊ ഇല്ല നാട്ടില്. പ്രധാരണിയാണ് ഒരു ചുവട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അത് വേരോട് കൂടി ഇല നല്ല മുടി പോലെ കിടക്കുമല്ലേ, അതിങ്ങനെ കിടക്കും. അത് നമ്മൾ പറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുകടലാടി, അത് നമ്മുടെ പറമ്പിലുണ്ട്. ഇത് എല്ലാവരുടെയും പറമ്പുകളിലുള്ളതാണ് ചെറുകടല. ഇത് കല്ലുരുക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൂത്രത്തിക്കാലിനൊക്കെ തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ നല്ലതാണ്. കല്ലുരുക്കി നമ്മൾ എടുത്തിട്ടുണ്ട് മരുന്ന് കഞ്ഞി. പിന്നെ 2 ചുവട് തകര. തുമ്പ അതുപോലെ തന്നെയാണ്. വേരോട് കൂടിയാണ് നമ്മൾ തുമ്പ പറിച്ചേക്കുന്നത്. ഒരു ചുവട് പടയിഞ്ച. അത് രാവിലെ വരുന്ന ഇലയൊക്കെ ഉറങ്ങിപ്പോയി കേട്ടോ. അത് നമ്മൾ വേറെ പറിച്ച് അത് വേറെ കഴിക്കണം. അല്ലെങ്കിൽ മുള്ളാകുമ്പോൾ നമ്മുടെ കയ്യെ കൊള്ളും. അതുകൊണ്ട് അത് വേറെ തന്നെ വെച്ചേക്കുവാണ്. വള്ളിപുഴിഞ്ഞ നമ്മൾ കണ്ടുവച്ചേക്കാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അവിടെ പോയി പറിച്ച്. ഇക്കൊല്ലം ഞങ്ങൾക്ക് കാലം കിട്ടിയതാണ്. അതിന്റെ കാ കണ്ട നല്ല മണി പോലുള്ള കായാണ്.
ഇത് നല്ല ഉണങ്ങിയ കായാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ കിളിക്കും. അരി ഇട്ടാൽ കിളിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനം മുക്കുറ്റി. പിന്നെ അപ്പൊ അങ്ങനെ മുക്കൂറ്റിയും കുറച്ച് അത്രയും മരുന്നുകളാണ് നമ്മൾ അങ്ങനെ നമ്മുടെ 31 മരുന്നുകൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്, റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം വെള്ളത്തിലിട്ട് മണ്ണൊന്ന് കുതിരണം. അതായത് ഈ മരുന്നിനൊരു പ്രത്യേകത വെച്ചാൽ മരുന്നിന്റെ ഈ വേരോട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. വേരിലൊക്കെ നല്ല മണ്ണ് കാണുമെന്ന്. പിന്നെ പല ജീവികള്, പുഴുക്കള്, ഇതിന്റെയൊക്കെ മുട്ടകള്, അതിന്റെ പാർട്സ് ഒക്കെ അതിൻ്റെ അകത്ത് കാണും അല്ലെ. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇല നന്നായിട്ട് നോക്കിയെടുക്കണം, പുഴുവോ എന്തെങ്കിലും ഉണ്ടോന്ന് ഈ ഇലകൾക്കകത്ത്. അതിനുശേഷം രണ്ടാമത് നമ്മൾ ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് ഇട്ടേക്കണം അല്ലെ. അപ്പോൾ നമ്മുടെ വേരൊക്കെ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലെ. പല വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കും. കുറെ വെള്ളം മാറി 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 നമ്മൾ കഴുകി മണ്ണും പൊടിയും അഴുക്കും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടികൾ അല്ലെ. ഇനിയും കുറെ മരുന്നുകൾ കിട്ടാനുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോഴില്ല. ജൊട്ടാഞ്ഞൊടിയൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, നമ്മൾ അതിന്റെ കാ പറിച്ച് നെറ്റിക്ക് പൊട്ടി. അല്ല, ഒത്തിരി മരുന്നുണ്ടമ്മേ പല സ്ഥലത്ത്. ഇപ്പൊ പാലക്കാട് സൈഡിലാണെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് ഈ മരുന്നുകളെ ആയിരിക്കത്തില്ല, വേറെ ടൈപ്പ് മരുന്നായിരിക്കും. ഇനി ഇങ്ങോട്ട് തെക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ടൈപ്പ് മരുന്നായിരിക്കും. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏത് മരുന്നാണോ ആ മരുന്ന് ആളുകൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മളിത് മരുന്നൊക്കെ പറിച്ചുകൊണ്ട് വന്നെല്ലാം കഴുകി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിത് പടയിഞ്ച് നമ്മളിതിനകത്തൊന്ന് അരിഞ്ഞിട്ടേക്കുവാണ്. പിന്നെ നമുക്ക് ആട്ടുകല്ലും ഉരലും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അയ്യോ അങ്ങനെ മരുന്ന് കഞ്ഞി വെക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. ഈ മരുന്ന് എല്ലാം പറിച്ചുകൊണ്ടൊന്ന് കഴുകിയിട്ട് ഇതിന്റെ ഇലയും തണ്ടും എല്ലാം കൂടെ നമ്മൾ അരിയണം. പലകെ വെച്ച് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സി ഇടാം. എന്നിട്ട് ഇതിന്റെ ഇതിന് ഈ ഒരു പേരിന്റെ ഒക്കെ അതിന്റെ തടി ഉണ്ട് അതിനകത്ത്, അതിന് തോടിങ്ങ് പൊടിനകത്ത് അതെല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ട് നമ്മൾ പലകെ വെച്ച് അരിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ടിട്ട് ഇച്ചിരി വെള്ളവും കൊണ്ട് ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് അരിച്ച് പിഴിഞ്ഞെടുത്ത് നമുക്ക് മരുന്ന് കഞ്ഞി വെക്കാം. അങ്ങനെ ഈ ഞങ്ങൾക്ക് ഉരലും ഇതൊന്നും ഇല്ലാതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാ വെക്കുന്നതെന്ന് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞങ്ങൾക്ക് പിന്നെ ഈ ആട്ടുകല്ല് ഒരു ഉലക്കയുള്ള ഉരളി അങ്ങനെ പോയി. ഈ ആട്ടുകല്ല് ഉലക്ക ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇടിച്ചാണ് മരുന്ന് കഞ്ഞി വെക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ പടയഞ്ചയാണ് ഇട്ടേക്കുന്നത്. ഈ പടയഞ്ചാണ് നല്ലപോലെ ഇടിച്ചു കൂട്ടിയില്ലെങ്കിൽ അതിന്റെ മുള്ള് നമ്മൾ പിഴിയുമ്പോൾ നമ്മുടെ കയ്യെ കൊള്ളു. അപ്പൊ ഞാൻ ഈ പടയഞ്ച ഒന്ന് ഇടിക്കാം. അങ്ങനെ നമ്മുടെ പടയഞ്ചത് നന്നായിട്ട് ഇടിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഒറ്റ മുള്ളും ഒന്നും ഇല്ലതേ, ഇല്ല, നന്നായിട്ട് ഇടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഓരോരോ പച്ചമരുന്നുകൾ അല്ലെ, ഓരോന്നായിട്ടൊന്നും ഇല്ല, എല്ലാം വാരി ഇടുവാണ്. നമുക്ക് 2 പ്രാവശ്യം കൊണ്ട് ഇടിക്കാനുള്ള പച്ചമരുന്ന് മൊത്തമുള്ള അല്ലേ. നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. മൊത്തം ഇങ്ങനെ വാരി വെച്ചാൽ മതി അല്ലേ. ഒതുക്കി ഒതുക്കി ഇടിക്കണം. ഇടിച്ച് ഒതുക്കി കൂട്ടി ഇടിച്ചെടുക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനപ്പോ ഇടിക്കാം. ഞാൻ പടയിഞ്ചി എന്തായാലും ഇടിച്ച് ഒതുക്കി എടുത്തു വെച്ചു. ഇനി ബാക്കിയും കൂടെ ഞാൻ ഇങ്ങനെ ഇത്രയും വെക്കാം അല്ലേ. ഇത്രയും വെച്ചിട്ട് ഇടിക്കുമ്പോൾ ഒതുങ്ങിക്കോളും. പിന്നെ നമ്മള് ഈ ഉണ്ടാക്കുന്നത് നമ്മളൊരു 2 ദിവസത്തേക്ക് അല്ലേ. 2 ദിവസത്തേക്കുള്ള മരുന്ന് കഞ്ഞിയുടെ ഒരു മിക്സ് ആണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്നും മരുന്ന് കുറയ്ക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെ ആദ്യം ഇട്ട മരുന്നാണ് ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മളൊക്കെ പടയഞ്ചും കൊണ്ട് ഇതിന്റെ കൂടെ ഇടിച്ചിട്ടുണ്ട്. മുള്ളൊന്നുമില്ല, ഇത് എങ്ങനെ ഇടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇത് മാറ്റി വെക്കും അല്ലേ. മാറ്റി വെക്കുക, എന്നിട്ട് അടുത്ത് ഇടിക്കാൻ പോവാ. ഇങ്ങനെ ഇടിച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ഇനി നമ്മൾ ബാക്കി പരിപാടി എന്താ ചെയ്യണമെന്ന് നമുക്ക് പറയാം. എന്തായാലും നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അടുത്ത മരുന്ന് വീണ്ടും നമുക്ക് ഇടാം അല്ലേ. അപ്പൊ ഇതിന്റെ താഴെ നമുക്ക് ഇതേ മുരിങ്ങ കൊടുക്കാം അല്ലേ. അപ്പൊ മുരിങ്ങത്തോലി ഇടിച്ചതിന് ശേഷം ബാക്കി മരുന്നുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് ഇടിക്കാം അല്ലെ. പിന്നെ ഇത്രയും മരുന്നുകൾ നമുക്ക് ഇരിപ്പുണ്ട് ഇരിക്കാനായിട്ട്. ഇത് ഒന്നിച്ചിടാൻ പാടില്ല മിനി, ഒന്നിച്ചിടാം. അപ്പൊ ഇത്രയും മരുന്ന് നിങ്ങൾക്ക് ഒന്നിച്ചിടിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് എടുത്ത് ഇടിച്ചാൽ മതി. ബാക്കി നമ്മൾ ഇതുപോലെ ഒരു കൊട്ടയ്ക്കകത്ത് വെച്ച് വെള്ളം തോർത്ത് ഇങ്ങനെ വെച്ച് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഒന്നിച്ചെല്ലാം കൂടി ഇടിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഇടിക്കുകയും ചെയ്യാം. ഞങ്ങളിപ്പോ ഒന്നിച്ചിടിക്കാൻ പോവാണ്. അപ്പൊ ഇനി വീണ്ടും മതി, അമ്മ ഇടിച്ചത് മതി, ഞാൻ വീണ്ടും ഇടിക്കാം. അപ്പൊ അമ്മ സ്റ്റാർട്ടിങ് മാത്രമാണ് ഇടിയുള്ളൂ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമേ ഇടിയുള്ളൂ. ബാക്കി ഞാനാണ് ഇടിക്കണത് അല്ലേ. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഈ പാടില്ലാത്ത ഈ അമ്മച്ചി എന്തിനാ ഇത്രയും മാത്രം ഇടിച്ച് വീണ്ടും അസുഖം കൂട്ടാനാണോ. ഈ മരുന്ന് കഞ്ഞിനേക്കാളും കൂടുതൽ എന്താണ് അമ്മയ്ക്ക് കഷ്ടപ്പാടാന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ആരോഗ്യമാണല്ലേ അമ്മ. കഷ്ടപ്പെട്ടാലും നല്ല നല്ല മരുന്നല്ലേ, കാശ് മുടക്കില്ലാത്ത മരുന്ന്. അത് തന്നെ. രണ്ടാമത്തെ മരുന്ന് ഇടിഞ്ഞു, ആദ്യത്തെ ഇടിച്ച പോലെ രണ്ടാമത്തിനകത്ത് ഒരു കാര്യമുണ്ട്, കുറച്ചുകൂടെ കമ്പും പോലൊക്കെ ഉണ്ട്. തൊലിയെല്ലാം വീണു. കല്ലുരുക്കിയൊക്കെ പോലത്തെ അതിന്റെ കമ്പൊക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ, മിക്സിയിലാണ് അരക്കണമെങ്കിൽ ഇതൊക്കെ മാറ്റി തൊലി മാത്രം എടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് അല്ലെ. അപ്പൊ നമ്മളിത് നമ്മുടെ ഒരു കലത്തിലേക്ക് നമ്മൾ ഇങ്ങനെ മാറ്റുവാണ് ഇത് കേട്ടോ. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള രീതി. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചോട്ടെ. മതി വെള്ളം.
മതിയോ? ഇച്ചിരൂടെ. മതി മതി. ഓക്കെ. അപ്പൊ നമ്മളിത് മരുന്നിന്റെ വെള്ളം, മരുന്നിലല്ല വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇത് ഞെക്കി പിഴിഞ്ഞ് ഞെരടി എടുക്കാൻ പോവാ അല്ലെ? അതോടുകൂടി പണി തീർന്നില്ല കേട്ടോ സത്യം പറഞ്ഞാല്. ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ചമ്മേ. ഇങ്ങനെ പിഴിയുന്നു. അതിന്റെ പിശറെല്ലാം കൂടെ കോലിന്റെ തൊലി എല്ലാം പോകുന്നു ഇടിച്ചപ്പോ. കണ്ടോ? പിഴിഞ്ഞെടുത്ത് നമ്മൾ വീണ്ടും ഇത് കളയുമല്ല കേട്ടോ, വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇത് വീണ്ടും നമ്മൾ ഇടിക്കും. 3 ഇടി നമ്മൾ ഇത് ഇങ്ങനെ ഇടിച്ചിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കണ്ടോ ഇങ്ങനെ ഈ മരുന്നിന്റെ സത്ത് മുഴുവൻ നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഊറ്റി എടുക്കൂലമ്മേ. പണ്ട് കഷായം പിഴിയുന്ന പോലെ ഇങ്ങനെ കഷായം പിഴിയും. കഷായം ആറുമ്പോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. അങ്ങാടി മരുന്നൊക്കെ കിട്ടില്ലേ വേവിക്കുന്നത്, അപ്പൊ അത് പിഴിഞ്ഞ് ഊച്ചിയെടുക്കും. അമ്മയൊക്കെ ഇഷ്ടംപോലെ കഷായം വെച്ച് മടുത്തതാ. അത് തന്നെ. ഞാനിപ്പോ ഇതിനകത്തൊക്കെ എക്സ്പേർട്ട് ആട്ടോ സത്യം പറഞ്ഞ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അമ്മയുടെ കൂടെ കൂടി ഞാനിപ്പോ ഇത് പിന്നെ അത് തന്നെ. അമ്മ ഇല്ലെങ്കിൽ എനിക്ക് മരുന്ന് കഞ്ഞിയൊക്കെ വെക്കാനായിട്ട് അറിയാം, പഠിച്ചു. പണ്ട് ആജീന്റെ ചെയ്യും പറഞ്ഞവര് അമ്മ ഇല്ലെങ്കിൽ ഞങ്ങൾ കഞ്ഞി വെക്കാൻ പഠിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി വെച്ചാൽ അരിക്ക് അങ്ങനെയാന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. അപ്പൊ അങ്ങനെ പിഴിച്ചിലൊക്കെ കഴിഞ്ഞു. പിസറെല്ലാം ആദ്യത്തെ ഇടിയുടെ പിടിച്ചില് കഴിഞ്ഞു. ഇനി അത് അരിക്കാൻ പോവാട്ടോ. ഇനി വീണ്ടും നമ്മുടെ മരുന്ന് ഇത് നമുക്ക് ഒന്നും പറ്റത്തില്ല അല്ലെ, രണ്ടായിട്ട് തന്നെ വീണ്ടും നമ്മൾ ഇരിക്കണേ. ഇനി വെള്ളം കുറച്ച് ഇച്ചിരി വെള്ളം കൈ കൊണ്ടെടുത്ത് തളിച്ചാൽ ഇത്രയും വെള്ളമാണ് തളിക്കാവുള്ളൂ. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ? ഈ ഒരു പരുവത്തിനെ തളിക്കത്തുള്ളൂ. ഒത്തിരി വെള്ളം നമ്മളങ്ങ് തെറിക്കും. ഇങ്ങനെ ഒന്ന് പയ്യെ കണ്ടോ. അങ്ങനെ രണ്ടാമത്തെ നമ്മള് വെള്ളം തളിച്ചും ഇടിച്ച് റെഡിയാക്കി. രണ്ടാമത്തെ ഇടിയാണ്. ആദ്യത്തെ കൂട്ടം നമ്മളിത് ഇടിച്ച് വാരി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കൂട്ടം അങ്ങനെ എടുത്തു വെച്ചു. ഇനി ആദ്യത്തെ പോലെ തന്നെ വീണ്ടും നമ്മൾ ഇതിന്റെ അകത്ത് വീണ്ടും വെള്ളം ഒഴിച്ച് അലമ്പി പിഴിഞ്ഞെടുക്കുവാണ്. ഇനി ഒരു പ്രാവശ്യം പിഴിയേണ്ട ഉള്ളൂ ശരിക്കും പറഞ്ഞല്ലേ. ഒരു പ്രാവശ്യം ഇടിക്കണം. ഇനി ഇപ്പൊ ഈ പിഴണം കൂടെ നമ്മൾ ഒന്നും കൂടി ഇട്ടിട്ട് അല്ലേ? മരുന്ന് 3 തവണ ഇടിക്കണമെന്നാ കണക്ക്. ശാസ്ത്രം പറയുന്ന അങ്ങനെയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ കഞ്ഞി ഉണ്ടാക്കി കാണിക്കാം. നാളെ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന വേറൊരു രീതിയിലും കാണിക്കാം അല്ലെ? അപ്പൊ 2 രീതിയിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കാണിക്കാം. 2 അല്ല, അതിൽ കൂടുതൽ രീതിയുണ്ട്. അല്ല, ഓരോ കഞ്ഞിക്ക് ഓരോ രുചിയാ. പക്ഷേ ഇന്നുണ്ടാക്കുന്ന കഞ്ഞിയേ അല്ല നമ്മൾ നാളെ ഉണ്ടാക്കുന്നത്. അടുത്ത ദിവസം ഉണ്ടാക്കുന്ന വേറെ കഞ്ഞിയാണ്. അപ്പൊ നമ്മുടെ കഞ്ഞി വീഡിയോസ്, കർക്കിടക കഞ്ഞി വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അല്ലെ. പിന്നെ അമ്മ പിഴിയണേന്റെ ഇതായതുകൊണ്ടാട്ടോ മിണ്ടാത്ത. അമ്മയ്ക്ക് പറയും പിഴിയും കൂടെ ചെയ്യാൻ വയ്യ അല്ലെ. പിന്നെ നിങ്ങളുടെ കമന്റ്സും അത് തന്നെ കമന്റും നിങ്ങളുടെ ലൈക്കും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിനി നമ്മൾ ചെയ്യാൻ പോകുന്ന കഞ്ഞി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് അല്ലെ. നമ്മൾ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ ജ്യൂസ് പോലെ അരിച്ചെടുത്തില്ലേ, ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പകുതി നമ്മൾ ഇന്നെടുക്കും, പകുതി നമ്മൾ നാളെ എടുക്കുന്നത്. അതിന് നമ്മൾ എന്നാ ചെയ്യണേന്ന് ചോദിച്ചാൽ നമ്മൾ സത്യത്തിൽ നമ്മളൊരു പാത്രത്തിന്റെ അകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുവാണ് ചെയ്യുന്നത് ഈ വെള്ളം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതാത് ദിവസം ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും കേടായി പോകത്തൊന്നുമില്ല അല്ലേ. നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. ഇന്നിപ്പോ എല്ലാരും ഓരോ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് വരുന്നതനുസരിച്ച് ഫ്രിഡ്ജായി. പണ്ട് ഇതൊന്നും ഇല്ലല്ലോ നമുക്ക്. അന്ന് അരച്ചു അന്നന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നൊന്നും സമയമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നോക്കി ഒരു കുഴപ്പമില്ല, കേടായി പോകത്തൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഈ വെള്ളത്തിന്റെ പകുതി ഇന്നെടുക്കുക, പകുതി നാളെ എടുക്കുക. അപ്പൊ ഇനി അമ്മതെ പകർത്താൻ പോവാട്ടോ. പഠിക്കുക നമ്മൾ 100 അടിഞ്ഞിട്ടുണ്ടായി നമ്മൾ ഇളക്കുന്നത്. പിന്നെ ഒരു കാര്യം അമ്മ പറയട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് പറയരുത് കേട്ടോ. കാരണം അമ്മയ്ക്ക് മടുത്തു. അത് തന്നെ, അമ്മയ്ക്ക് പറയുകയും എടുക്കുകയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. ചിലർ പറയും അമ്മ പറയുന്ന മതി, അമ്മ പറയുന്ന കേൾക്കാൻ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, ഞങ്ങൾക്കൊക്കെ അതാണ് ഇഷ്ടം. പക്ഷേങ്കിൽ
അമ്മയ്ക്ക് ഇത് നമ്മളിങ്ങനെ ഡബ് ചെയ്യുമല്ലോ, അതുകൊണ്ട് രണ്ടും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അമ്മയ്ക്ക്. അതുകൊണ്ടാണ് എന്നോട് പറയാൻ പറഞ്ഞ് ഞാൻ തന്നെ കൂടുതലും പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ കഞ്ഞിക്കുള്ള വെള്ളം നമ്മൾ എടുത്തു, കണ്ടില്ലേ? മരുന്ന് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും മരുന്ന് വെള്ളം നമ്മൾ എടുത്തു, പകുതി നമ്മൾ എടുത്തു. ബാക്കി നമ്മൾ ഇതുപോലെ അത് തന്നെ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക്. അപ്പൊ ഇതാണ് അമ്മ പറഞ്ഞ ആ ഒരു ഐഡിയ. അപ്പൊ നാളെ അമ്മയ്ക്ക് ഇന്ന് മരുന്ന് പറിക്കാൻ പോയി ഇടിച്ചു, അതിന്റെ റെസ്റ്റ് ഒക്കെ നാളെ അമ്മ തീർക്കും. നാളെ അമ്മയ്ക്ക് വിശ്രമിക്കും അല്ലെ? അത് കഴിഞ്ഞ അടുത്ത ദിവസം മരുന്ന് കഞ്ഞിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഇന്നലെയൊക്കെ നമ്മൾ മിനിഞ്ഞാന്നത്തെയാണ് നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ കുടിച്ചത്. രാവിലെയും കുടിച്ചു. അത് വേറൊരു കാര്യമാട്ടെ, കാരണം രാത്രിയിലല്ലേ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മരുന്ന് കഞ്ഞി രാവിലേക്ക് കേടായി പോകത്തില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ മരുന്ന് പറിക്കാനൊക്കെ പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ കഴിച്ചത്, മരുന്ന് കഞ്ഞി. പിന്നെ മരുന്നുണ്ടയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്ന മരുന്നുണ്ട് അല്ലേ? മരുന്നുണ്ട കിടപ്പുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണം. പിന്നെ ഞങ്ങൾ ഇറച്ചി മീനും ഒന്നും ഇപ്പൊ കഴിക്കുന്നില്ല, അതാണ് മറ്റൊരു കാര്യം. കൂടുതൽ മസാലയുള്ള കറികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ മേ? അപ്പൊ നമ്മുടെ മരുന്ന് വെള്ളം അടുപ്പ് വെച്ച് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഇടാൻ പോവുക. അപ്പൊ നമ്മളിത് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഉണക്കലരിയാ, ഉണക്കനെല്ല് കുത്തിയ അരിയാണ്. അത് നമ്മൾ കഴുകി നുറുക്ക് പോലെ വരും ഉണക്കനെല്ല് കുത്തിയ അരി അല്ലേ? അപ്പൊ നമുക്ക് അരി വെള്ളത്തിലോട്ട് ഇടാം. വേറൊരു കാര്യമുണ്ട്, ഇത് ഉലുവ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കുന്ന വേറൊരു രീതിയുണ്ട് അല്ലെ? ഉലുവയും വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതൊരു സിമ്പിൾ കഞ്ഞിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കഞ്ഞിയാണ്. അപ്പൊ നമ്മുടെ കഞ്ഞി അങ്ങനെ വേവാറായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ മംഗലമായതുകൊണ്ട്. അപ്പൊ നമ്മൾ 1 സ്പൂൺ ജീരകം പൊടിച്ച് അതിനകത്ത് ഇടുന്നുണ്ട്. പൊടിച്ചു ഒത്തിരി പൊടിച്ചില്ല, ചതച്ചു അല്ലേ? 1 സ്പൂൺ അല്ലേ? അപ്പൊ നമ്മള് ജീരകമൊക്കെ ചേർക്കുന്നോണ്ടാണ് നമ്മൾ ഉലുവ ഇതിന്റെ അകത്ത് ഉപയോഗിക്കാത്തല്ലേ? അപ്പൊ അതിന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. തേങ്ങ കണ്ടോ, ഇത് ജസ്റ്റ് ചിരണ്ടിയ തേങ്ങയാണ് അല്ലെ? ഒരു മുറി തേങ്ങയുണ്ട് അല്ലേ? നല്ലൊരു മുറി തേങ്ങയുണ്ട്. സാധാരണ ആൾക്കാർ തേങ്ങ പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ അകത്ത് ഇന്നത്തെ കഞ്ഞിയില് നമ്മൾ തേങ്ങ ചിരണ്ടി അങ്ങ് ഇടുക ചെയ്യുന്നല്ലേ? അപ്പൊ ജസ്റ്റ് വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി തേങ്ങ ചിരണ്ടിയതല്ലേ? ഇത് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാടൻ കഞ്ഞിയാണ് ഇതല്ലേ? നാടൻ മരുന്ന് കഞ്ഞിയാണ്. ഇനി ഇത് അടുപ്പിൽ ഇരുന്ന് കഴിഞ്ഞ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആ കഞ്ഞിയുടെ ആ ഒരു വെള്ളം അങ്ങ് കുറയും അല്ലെ? പക്ഷെ ഇച്ചിരി വെള്ളം കണ്ടോ, ഇതുപോലെ ഇച്ചിരി വെള്ളം വേണം, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ നമ്മുടെ കഞ്ഞി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് എടുക്കാം നമുക്ക്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കഞ്ഞിയുടെ ഒരു ഫൈനൽ ലുക്ക്. നമ്മുടെ ഇതാണ്. അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ശകലം കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, എന്നിട്ട് ഞാൻ പറയാം. ചൂടുണ്ട് അല്ലേ? ഭയങ്കര ചൂടാ. കാരണം ഇപ്പൊ ഇങ്ങനെ വാങ്ങിയല്ലേ ഉള്ളു അല്ലേ? നല്ല രുചിയുള്ള കഞ്ഞിയായിട്ട് പിള്ളേരും കുടിക്കും. പിള്ളേർ ഓർക്കും ശർക്കര ചേർത്താൻ നോക്കി കളർ കാണുമ്പോഴേ. വേറെ ഒരു ചൊവയൊന്നും ഇതിലില്ല. നല്ല ഒന്നാന്തരം കഞ്ഞി, ആർക്കും കുടിക്കാം ഈ കഞ്ഞി. ഈ കഞ്ഞിക്ക് ഒട്ടും കയ്പില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇതിന്. മരുന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ ഭയങ്കര കയ്പായിരിക്കും. ഇത്രയും മരുന്ന് നമ്മൾ ചേർത്ത് ആ മരുന്നിന്റെ 31-32 മരുന്ന് നമ്മൾ ചേർത്തു. പക്ഷെ യാതൊരു രീതിയിലുള്ള കയ്പും കഞ്ഞിക്കില്ല, അരുചിയില്ല. ഒരു കറിയും വേണ്ട. ഒരു പ്രാവശ്യം വെച്ച് കുടിച്ചാൽ നമ്മൾ വീണ്ടും വെക്കും, ഇത് വെച്ച് കുടിക്കും നമ്മൾ. അതുപോലെ രുചിയാണ് ഈ കഞ്ഞി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉലുവ ചേർത്തിട്ടില്ല. നമ്മള് പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് മഞ്ഞൾ ചേർക്കും എന്ന് പറയാറുണ്ട്, ചിലർ പച്ചമഞ്ഞൾ ചേർക്കും എന്ന് പറയാറുണ്ട്. നമ്മൾ ചേർക്കാറില്ല. പിന്നെ ഈ കഞ്ഞിയുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഉപ്പും ചേർത്തിട്ടില്ല, ഒന്നും ചേർക്കില്ല, ഒന്നും വേണ്ട, സിമ്പിൾ. പിന്നെ നമ്മള് ചിലര് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നവരുണ്ട്. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലും ഇല്ല, പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ അല്ലെ, സാധാരണക്കാരന്റെ മരുന്ന് കഞ്ഞി. തേങ്ങ ചുരണ്ടിയിട്ട് ജീരകവും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് സാധാരണക്കാരന്റെ കഞ്ഞി. അപ്പൊ നമ്മുടെ ഈ മരുന്ന് കഞ്ഞി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നാളെ വേറെ കഞ്ഞി കാണിക്കാം. വേറെ കഞ്ഞി നാളെ ഉണ്ട്. അപ്പൊ ഈ കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ലൈക്കും കമന്റും ഒന്നും നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ പിന്നെ നാളെ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മരുന്ന് കഞ്ഞി. അപ്പൊ അങ്ങനെ മരുന്ന് കഞ്ഞി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുടിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും നമ്മുടെ കഞ്ഞി.